ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സെൽഫ് കോൺസെപ്റ്റിൻ്റെ പാർട്ട് 3 ആണ് നോക്കാൻ പോകുന്നത്. ഏതൊരു രോഗമാണേലും അത് ഫിസിക്കലി ആയിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ അതിൻ്റെ നഴ്സിംഗ് മാനേജ്മെൻറ്റ് കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വെച്ചിട്ട് പറയുവാണെങ്കിൽ ഓൾട്ടേർഡ് സെൽഫ് കോൺസെപ്റ്റ്, അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നേഴ്സസിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ജഡ്ജ്മെൻറ്റ്, അവരിങ്ങനെയാണല്ലോ, സോ അതുകൊണ്ട് അവരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിരിക്കും, ആ ഒരു രീതിയിൽ അവർ അപ്രോച്ച് ചെയ്യാതെ അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുക. അവരുടെ ഇപ്പം എന്തെങ്കിലുമൊക്കെ മോശം കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം, പക്ഷേ എങ്കിൽ കൂടിയും നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുക, ജഡ്ജ്മെൻ്റ് ഒന്നുമില്ലാതെ അവരോടൊരു റെസ്പെക്റ്റ് കാണിക്കുക, നമ്മൾ അവരെ കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നിപ്പിക്കണം. പിന്നെ കൈൻഡ്നെസ്, ഒരു കരുണയൊക്കെ നമ്മളോട് കാണിക്കുക. വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെർബൽ അവരുമായിട്ട് തിരിച്ച് അങ്ങനെയാണോ, എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ മേലെ. പിന്നെ നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തലയാട്ടുക, അല്ലെങ്കിൽ ഐ കോണ്ടാക്റ്റ് കൊടുത്ത് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അവരുടെ ആ ഒരു ഇൻഡിപെൻഡൻസ്, ഒരിക്കലും അവരെ ഡിപ്പെൻഡൻ്റ് ആണെന്ന് തോന്നിപ്പിക്കരുത്. അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവരെക്കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് അവർക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ആക്റ്റീവ്ലി ലിസൺ ചെയ്യുക എന്നുള്ളത്, അതുപോലെ സപ്പോർട്ട് കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഒരു റിയലിസ്റ്റിക് ഗോൾസ് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഈ പ്രസൻറ്റ് സെൽഫിൽ നിന്ന് പിന്നെയും ഒരു ഡിസേർവ് സെൽഫിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പം ഈ ഒരു നമ്മുടെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് ഓർത്തോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കാനായിട്ട് അത്ര നമ്മൾ കോൺഫിഡൻ്റ് ആവണമെന്നില്ല, നമ്മൾ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നുകൊണ്ട് സ്റ്റക്കായി നിൽക്കാതെ നമ്മളൊരു ഡിസേർഡ് ഇതുണ്ടാക്കുക, ഒരു ഗോള് സെറ്റ് ചെയ്യുക. അതായത് എനിക്ക് സ്കിൽഡ് ആയിട്ടുള്ള, കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഇഞ്ചെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നഴ്സ് ആകാൻ പറ്റണം എന്നുള്ള രീതിയിലോട്ട് മാറുക. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളത് പ്രാക്ടീസ് ചെയ്യണം, അല്ലേ? അല്ലാതെ നമ്മളിപ്പം എനിക്ക് കോൺഫിഡൻ്റ് ആവണം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഇഞ്ചെക്ഷൻ പേടിയാണ്, അങ്ങനെ പറഞ്ഞിരിക്കാതെ നമ്മൾ സ്കിൽ ലാബുകളൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ടീച്ചേഴ്സിനെയും മാഡംസിനെയും അതുപോലെ ഇപ്പം ക്ലിനിക്കൽ സൈഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ സ്റ്റാഫ് നഴ്സുമാർ കാണും, അപ്പോൾ അവരെയും ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പം ഇഞ്ചക്ഷനൊക്കെ എടുക്കാനാണെങ്കിലും ആദ്യമേ നമ്മൾ തിയറി പോർഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതൊക്കെയാണ് സൈറ്റ്, ഇപ്പോൾ IM ഒക്കെ ആണെങ്കിൽ IM സൈറ്റുകൾ ഏതൊക്കെയാണ് നമ്മളെ നീഡിലിൻ്റെ സൈസ് എങ്ങനെയാണ് വരുന്നത്, അപ്പോൾ നീഡിൽ എങ്ങനെയാണ് പിടിക്കുന്നത്, മെഡിസിൻ എങ്ങനെ നമ്മൾ എടുക്കുന്നു, ഇതെല്ലാം നമ്മൾ ഓരോരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുക. എല്ലാം എനിക്ക് ഇന്നേ പഠിക്കണം, ആ ഒരു ഇതിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ആ ഒരു പ്രോഗ്രസ്സിനെ എപ്പോഴും, അതായത് ഓരോ കാര്യം ഓരോ ദിവസം പഠിച്ച് അതിനെ നമ്മൾ വിലയിരുത്തുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മാറേണ്ടത്. പിന്നെ ഈ നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പറ്റും, ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് പോസിറ്റീവ് ആയിട്ടുള്ളതുകൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള വെയിലും ഉണ്ട്. പോസിറ്റീവ് വേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നവരെ കണ്ടാൽ തന്നെ എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് ആയിരിക്കും, സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്, സംസാരിക്കുന്നതൊക്കെ ആണെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നെഗറ്റീവായിട്ടുള്ളവരാണെങ്കിൽ നമുക്കറിയാം, താഴോട്ട് മുഖത്ത് നോക്കിയൊന്നും സംസാരിക്കുകയല്ല, ഐ കോണ്ടാക്റ്റ് ഒരിക്കലും നമുക്ക് കാണിക്കത്തില്ല, പിന്നെ കൈ കെട്ടി നിൽക്കുന്നത്, സോഫ്റ്റ്ലി സ്പീക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അടുത്തത് തെറാപ്യൂട്ടിക് നഴ്സിംഗ് അപ്രോച്ച്. അപ്പോൾ ഇതെല്ലാം രീതിയിലുള്ള അപ്രോച്ചുകളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലിസൺ, അക്സെപ്റ്റ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ ബിലീഫുകളോ ഇന്നതൊന്നും ചെയ്യാം, ഇപ്പോൾ ചിലവർക്കൊക്കെ ആണെങ്കിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ കാര്യത്തിൽ ഇപ്പം റിലീജിയസ് ബേസ്ഡ് ആയിട്ടൊക്കെ ആണെങ്കിൽ പോലും ചിലപ്പം ബ്ലഡ് സ്വീകരിക്കുന്നതിനോടൊക്കെ താല്പര്യക്കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. മരുന്നെടുക്കുന്നത് ചിലപ്പം വേഗത്തിൽ മാറുന്ന ഒരു മെത്തേഡിന് പകരം അവർക്ക് ചിലപ്പം പയ്യെ മാറിയ മതി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, സപ്പോർട്ട് കൊടുക്കുക, എംപവർ ചെയ്യുക. ഇതൊക്കെയാണ് അപ്പം നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഒരു ചെറിയൊരു കേസ് ഇവിടെ തന്നിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ പോലെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രൊസീജിയർ, ഒരു സിറ്റുവേഷനാണ്. ഒരു പ്രൊസീജിയർ ചെയ്തപ്പോൾ ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റ് പെട്ടെന്നൊരു പേടിയും ഒരു വല്ലായ്മയും ഒക്കെ വന്ന് എപ്പോഴാണ് ഒരു മിസ്റ്റേക്ക് ചെയ്തപ്പോൾ
അപ്പോൾ നമ്മൾക്ക് അവിടെ എന്താണ് അയ്യോ, അപ്പം നമുക്ക് ചിന്ത വരും, അയ്യോ എനിക്ക് ആ ഒരു സ്കില്ലില്ലല്ലോ, ഇനി ഞാനൊന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ കുറേയൊക്കെ ചെയ്തിട്ടായിരിക്കാം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുന്നത്, പ്രാക്ടീസൊക്കെ ചെയ്തിട്ടും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കുറയും അല്ലേ. പിന്നെ നമുക്ക് ആ ഒരു ഇത് ചെയ്യാൻ പോകുമ്പോൾ, ആ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരു പേടി തോന്നാമല്ലോ. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? നമ്മൾ ആ ഒരു ജഡ്ജ്മെൻറ്റ്, നീ നന്നായിട്ട് ചെയ്തില്ല അതുകൊണ്ടാണ്, നീ പ്രാക്ടീസ് ചെയ്തില്ല, അങ്ങനെയൊന്നും പറയാതെ അവരുടെ ആ ഒരു കൺസേൺസും അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ സ്ട്രെങ്താണ്, ഇനി എന്തിലാണ് മാറ്റം വരുത്തേണ്ടത്, ഒന്നുകൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ളൂ. താങ്ക് യു.